വർഷങ്ങൾക്ക് മുൻപ് പല സന്ദർഭങ്ങളിലും കുഞ്ഞോൻചാനും അതുപോലെ ചെറിയാൻ സാറും ബാബു സഹോദരനും ഒക്കെയുള്ള അസംബ്ലിയിലെ പല സന്ദർഭങ്ങളിലും കുടുംബമായി ഞങ്ങളെ അവിടെ ആരാധിച്ച ഓർമ്മയുണ്ട്. ഇന്ന് പണം മുടക്കാതെ യാത്ര ചെയ്യാതെ കഞ്ഞിക്കുഴിയുള്ള ദൈവജനത്തോട് ചേർന്ന് അതുപോലെ മറ്റുള്ള സഹോദരങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നൽകിയ സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ അതുപോലെ ന്യൂസിലൻഡിലൊക്കെ വിസ ലഭിച്ചു പോയി വേണം ശുശ്രൂഷ ചെയ്യുവാൻ. എന്നാൽ അതൊന്നുമില്ലാതെ സൗജന്യമായി യാതൊരു മുടക്കവും ഇല്ലാതെ അവിടെയുള്ള ദൈവമക്കളോടും ചേർന്ന് കർത്താവിനെ ആരാധിപ്പാനും ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മ അനുഭവിപ്പാനും ദൈവം നൽകിയ സന്ദർഭത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രാവിലെ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോൾ പ്രത്യേകിച്ച് വേദനാദം, വേദകാകളം, അതുപോലെ സുവിശേഷകൻ, ആ കാലഘട്ടങ്ങളിലൊക്കെ എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് കുഞ്ഞോൻചാൻ. പിന്നെ കുഞ്ഞോൻചാൻ ഒത്തിരി അങ്ങ് നീളം കൂടിയോണ്ട് ഇപ്പോഴൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതല്ല, ആ ഒരു ബന്ധങ്ങളൊക്കെ അല്പം കുറഞ്ഞു പോയി. എങ്കിലും ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം നൽകിയ സന്ദർഭത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് കോവിഡിനെ കുറിച്ചൊന്നും പ്രസംഗിക്കാനല്ല, സഭയെ കുറിച്ച് പ്രസംഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞൊരു വാക്ക്, സഭയെ കുറിച്ച് ആദ്യം പറഞ്ഞ വാക്ക് നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16:18. ഞാൻ എൻ്റെ സഭയെ പണിയും, അതുപോലെ ആ സഭ പരാജയപ്പെടുകയില്ല എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറഞ്ഞു. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നാൽ സഭ പരാജയപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. സഭയുടെ പരാജയം സാർവത്രിക സഭയല്ല, പ്രാദേശിക സഭകളുടെ പരാജയം. പ്രാദേശിക സഭകൾ പരാജയപ്പെട്ട 6 മേഖലകളെ കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് ഒരു ലേഖനത്തിൽ നിന്നും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം. അപ്പൊ ഇത് പറയുമ്പോഴും ചില ആൾക്കാരെ നെറ്റി ചുളിയും. ആ ലേഖനത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. തിമോത്തിയോസിന്റെ 1ാമത്തെ ലേഖനം, അത് പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ 2ാമത്തെ ലേഖനം. അത് വ്യക്തിപരമായിട്ട് തിമോത്തിയോസിന് എഴുതിയതാണ് എന്നുള്ളത് നമുക്കറിയാം, 2 ലേഖനങ്ങൾ. പക്ഷെ ഈ ലേഖനം സ്വാഭാവികമായും ലഭിക്കേണ്ടത് ആ സഭയ്ക്ക് എഴുതിയതാണ്. പക്ഷെ ആ സഭയുടെ പേരിൽ എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലേഖനം വെളിച്ചം കാണില്ലായിരുന്നു, അല്ലെങ്കിൽ വായിക്കപ്പെടുകയില്ലായിരുന്നു, നാം ഇന്ന് ഈ വിഷയം ചിന്തിക്കുകയില്ലായിരുന്നു എന്ന് അനുമാനിക്കുക. വേദപുസ്തകത്തിലെ സഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയാണ് എഫേസ്യ സഭ എന്ന് പറയുന്നത്. 2ാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ ഉപദേശപരമായ വലിയ പ്രാധാന്യങ്ങളുള്ള ഒരു ലേഖനം, അത് ഒരു സ്ഥലസഭ. പൗലോസിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും ശക്തമായ ഒരു ലേഖനം എഴുതിയ, അല്ലെങ്കിൽ ഉപദേശപരമായ കാര്യങ്ങൾ എഴുതിയ, അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു സ്ഥലം, സഭ എന്ന് പറയുന്നത് എഫേസ്യ സഭയാണ്. ആ സഭയിൽ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഒരു പ്രാദേശിക സഭയ്ക്ക്, കഞ്ഞിക്കുഴിയിലെ അസംബ്ലിക്കും അതുപോലെ കുവൈറ്റിലെയും ഓസ്ട്രേലിയയിലെയും നെടുങ്ങപ്പുഴയിലെയും വാകത്താനത്തിലെയും ഒക്കെ സഭകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള, അതുപോലെ വ്യക്തി എന്ന നിലയിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള 6 പരാജയ മേഖലകളാണ് ഈ 1ാമത്തെ ലേഖനത്തിൽ നിന്നും, തിമോത്തിയോസിന് എഴുതിയ 1ാമത്തെ ലേഖനത്തിൽ നിന്നും 6 അധ്യായങ്ങളിൽ നിന്നും നമ്മൾ വേഗം ചിന്തിക്കാൻ പോകുന്നത്. അതിന്റെ ഇത്രയുമാണ് മുഖപരിയായിട്ട് ഞാൻ പറയുന്നത്. പിന്നീടുള്ള കാര്യങ്ങളെ നിങ്ങളെ സ്വയമായി പഠിക്കുക. 1ാം ലേഖനം, അതിന്റെ 1ാം അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ 3ാമത്തെ വാക്യത്തിൽ ആ സഭയ്ക്ക് സംഭവിച്ച ആദ്യത്തെ പരാജയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. തിമോത്തിയോസിനെ പൗലോസ് എഫെസോസിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് 3ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടത് നീ എഫെസോസിൽ താമസിക്കുകയാണ്. അപ്പൊ ഉപദേശപരമായി ഒരു സഭയ്ക്കുണ്ടായ പരാജയം, അതാണ് ആദ്യത്തെ പരാജയം. ഫെയിലിയർ ഇൻ ഡോക്ട്രിൻ. ഈ ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ചില പദങ്ങളിൽ ശ്രദ്ധിക്കുക. അന്യത ഉപദേശിക്കുക, അബദ്ധ തത്വങ്ങൾ ഉപദേശിക്കരുത്. അതുപോലെ കെട്ടുകഥകൾ, അന്തമില്ലാത്ത വംശാവലികൾ ശ്രദ്ധിക്കരുത്. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ പോലും
വേദോത്സവമായി യാതൊരു ബന്ധവുമില്ലാത്ത അപ്രധാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പരാജയമാണ്. അതുപോലെ തന്നെ ബ്രദറൻ സഭകളെ സംബന്ധിച്ച ഒരു കാലഘട്ടത്തിൽ ഞാൻ മർത്തോമാ സഭയിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷേ എൻ്റെ അറിവും നമ്മുടെയൊക്കെ അറിവ്, അല്ലെങ്കിൽ ബ്രദറൻ സഭകളിൽ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ചിലരെങ്കിലും ഈ ആരാധനയെ സംബന്ധിക്കുന്നു. അപ്പൊ ബ്രദറൻ സഭകൾക്ക് പൈതൃകമായി ഉണ്ടായിരുന്ന ഒരു അവകാശം ഉണ്ടായിരുന്നു ഉപദേശപരമായ കാര്യങ്ങളിൽ. ബ്രദറുകാർക്ക് ഉപദേശം നന്നായിട്ട് അറിയാമായി. പക്ഷെ ഇന്ന് ഇത് നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. ബഷീറിന്റെ ഒരു പുസ്തകത്തിന്റെ പേര്, എൻ്റെ കലയുടെ പേര് എൻ്റെ ഉപ്പാപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് പണ്ടൊക്കെ ബ്രദറുകാർക്ക് ഉപദേശം അറിയാവുന്നവരായിരുന്നു. ഇന്ന് ബ്രദർ സഭകളെ എടുക്കുകയാണെങ്കിൽ, വിശ്വാസത്തെ എടുക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഉപദേശപരമായ കാര്യങ്ങളിൽ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ ഉപദേശപരമായി നമ്മുടെ സഭകൾക്ക് വലിയ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഞാൻ ഓർപ്പിക്കാം, സമയമില്ലെങ്കിലും. സുമായോണ്ട് ഇത് അൺലിമിറ്റഡ് ആണ്, പക്ഷെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ സമയം എനിക്കറിയില്ല. അതുകൊണ്ട് ഏതായാലും എനിക്ക് അനുവദിക്കപ്പെട്ടുള്ള സമയത്തിൽ ഞാൻ നിർത്തുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ കാരണം ബൈബിൾ സ്റ്റഡികൾ നമ്മുടെ സഭകളിലില്ല എന്നുള്ളത്. മറ്റൊരു കാരണം ഞായറാഴ്ചയാണ് നമ്മൾ ദൈവവചനം ഏറ്റവും അധികം കേൾക്കുന്നത്. ഏറ്റവും അധികം ആൾക്കാർ പങ്കെടുക്കുന്നത് ഞായറാഴ്ച സഭായോഗത്തിലാണ്. ആ സഭായോഗത്തിലും ദൈവവചനം ശരിയായ നിലയിൽ കേൾക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നില്ല. ഒന്ന്, അത് സമയമാണ്. മറ്റൊരു കാര്യം പുൽപിറ്റിന്റെ പ്രശ്നമാണ്. പല സ്ഥലത്തും, പല സഭകളിലും ഈ പുൽപിറ്റ്, അതായത് പ്രസംഗ പീഠം എന്ന് പറയുന്നത് പ്രസംഗ പരിശീലനത്തിനുള്ള ഒരു കളരിയായി മാറുകയും ദൈവവചനം അറിയാവുന്നവരല്ല പലപ്പോഴും സഭകളിൽ ഞായറാഴ്ചകളിൽ വചനം ശുശ്രൂഷിക്കുന്നത്. ഇതൊരു പരിശീലന കളരിയാക്കുക ചെയ്യരുത്. ചക്സുൻഡോൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ, അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു എഴുത്തുകാരനും ഒരു പ്രഭാഷകനുമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അമേരിക്കയിലെ ചർച്ചകളിൽ ഞായറാഴ്ചയാണ് ഏറ്റവും വലിയ കൊലപാതകം നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തെ കുറിച്ചാണ്. അപ്പൊ ഉപദേശപരമായി നമ്മുടെ സഭകൾക്കുണ്ടാകുന്ന പരാജയത്തിന്റെ ഒരു കാരണം ദൈവവചനം പഠിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ സഭകളിൽ ഇന്ന് കുറയുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു പരാജയമാണ്. വ്യക്തികളായിട്ട് നമുക്ക് ആ മേഖലയിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് തിമോത്തിയോസിനെ പൗലോസ് എഫെസോസിലേക്ക് അയച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിന്റെ 19-ാമത്തെ 20-ാമത്തെ വാക്യം വായിക്കുക. 1-19 20 വാക്യങ്ങൾ വായിച്ചാൽ ഉപദേശത്തിൽ സഭ പരാജയപ്പെട്ടാൽ സംഭവിക്കാവുന്ന അപകടമാണ് 19 20 വാക്യങ്ങൾ വായിക്കുന്നത്. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. അപ്പൊ ഇവർ ആ സഭയുടെ ലീഡേഴ്സ് ആയിരുന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ ലേഖനം യഥാർത്ഥത്തിൽ ഈ സഭയ്ക്ക് അയക്കേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ അയച്ചത് തിമോത്തിയോസിനാണ്. കാരണമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ രണ്ടുപേർ, ഹുമനയോസും അലക്സാണ്ടറും, ഈ സഭയുടെ എൽഡേഴ്സ് ആയിരുന്നിരിക്കാം, പാസ്റ്റേഴ്സ് ആയിരുന്നിരിക്കാം, ലീഡേഴ്സ് ആയിരുന്നിരിക്കാം. അവരുടെ കയ്യിലെത്തിയാൽ ഈ ലേഖനം തമസ്കരിക്കും, അവർ മറച്ചു വയ്ക്കും. അപ്പൊ സ്വാഭാവികമായും ഈ സഭയുടെ പരാജയം, അല്ലെങ്കിൽ ഈ ലീഡേഴ്സ് തന്നെ പരാജയപ്പെടുക. ഈ ദുരുപദേശ സംഘടനകളൊക്കെ എടുക്കുകയാണെങ്കിൽ യുസ്തൂസ് ജോസഫ്, അതുപോലെ പൊയ്കയിൽ യോഹന്നാൻ, അപ്പൊ ഈ സഭകൾ PRDS, ഈ സഭകളെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ വലിയ ശ്രേഷ്ഠന്മാരായ വ്യക്തികളായിരുന്നു. പക്ഷെ ഉപദേശത്തിൽ വലിയ പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ അവരൊക്കെ വിശ്വാസത്തിൽ നിന്നും വീണു പോകുവാൻ, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ കാരണമായി തീർന്നു. ബ്രദറൻ സഭകൾ ഉപദേശത്തിൽ നിന്നും വ്യതിചരിച്ചു കഴിഞ്ഞാൽ, പ്രാദേശിക സഭകൾ വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ അപകടമാണ് ഹുമനയോസും അലക്സാണ്ടറും. ഇനി 2-ാം അധ്യായത്തിലേക്ക് പോകാൻ, 2-ാമത്തെ പരാജയം നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിലെ വിഷയം നമുക്കറിയാം. ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്
ഒരു സഭയുടെ രണ്ടാമത്തെ പരാജയമാണ്, ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ രണ്ടാമത്തെ പരാജയമാണ്, ഈ സഭയ്ക്ക് സംഭവിച്ച രണ്ടാമത്തെ പരാജയമാണ് പ്രാർത്ഥനയിലെ പരാജയം. പ്രാർത്ഥനയിലെ പരാജയം. ഈ ആദ്യ ഭാഗം, രണ്ടാം അധ്യായം, പൗലോസ് എഴുതിയപ്പോൾ 2 അധ്യായങ്ങളായിട്ടൊന്നും തിരിച്ചിരുന്നില്ല, എങ്കിലും ഇവിടെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ പഴയ മുൻപത്തെ അധ്യായവുമായി ഇതിനെ കണക്ട് ചെയ്യുക. therefore അല്ലെങ്കിൽ എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഹുമനിയോസും അലക്സാണ്ടറും അവർ വിശ്വാസത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് ആ പരാജയത്തിൽ നിന്നും വിജയം ലഭിക്കാൻ അല്ലെങ്കിൽ ആ പരാജയത്തെ ഒഴിവാക്കുവാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അടിയന്തരമായി ചെയ്യണം. അതെന്താണ്? പൗലോസ് പറയുകയാണ്, സകലത്തിനു മുൻപേ, അതിന്റെ 2-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, ഒടുവിലത്തെ ഭാഗത്ത് നാം വായിക്കുന്നത്, എന്നാൽ ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ തീർച്ചയായും ഒരു പ്രാദേശിക സഭയും ഒരു വിശ്വാസിയും വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയിൽ ആശ്രയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, 1 ഉപദേശത്തിലെ പരാജയം. നമ്മുടെ സഭകളിൽ ബൈബിൾ സ്റ്റഡികൾ കുറയുന്നു. ഏറ്റവും അധികം ആൾക്കാർ കുറയുന്ന ഒരു കൂടിവരവ് എന്ന് പറയുന്നത് ബൈബിൾ സ്റ്റഡിയാണ്. 2-ാമത്തെ മേഖല എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന യോഗങ്ങൾ, അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വാട്സപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തി എത്ര സമയം, ഏത് സമയത്ത് വരെയും ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ ഒരു ഉപദേഷ്ടാവാണെങ്കിൽ ചില നിലയിലൊക്കെ അവരെ ആ നിലയിൽ കൂടുതൽ സമയം ചെലവഴിച്ചേക്കാം. പക്ഷെ നല്ല ശതമാനം ആൾക്കാരും 10-12 മണിക്കൊക്കെ കിടന്നുറങ്ങിയാലും അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ആരുടെയും അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് അവകാശമില്ല, കഴിയുമില്ല. പക്ഷെ എങ്കിൽ പോലും വ്യക്തിപരമായി പരിശോധിക്കുക, എത്ര സമയങ്ങൾ നെറ്റിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരതുന്നു, എന്നാൽ എത്ര സമയം ദൈവവചനം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. പ്രാർത്ഥനയിൽ നമുക്കുള്ള പരാജയം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലുമുള്ള നമ്മുടെ പരാജയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് പ്രാർത്ഥനയിലെ പരാജയമാണ്. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കുറഞ്ഞു. ഇന്ന് നമ്മുടെ സഭകൾ അതുപോലെ നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥന കുറഞ്ഞിരിക്കുന്നു, പ്രാർത്ഥനയിൽ നമുക്ക് വലിയ പരാജയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവെ ക്രൂശുമായി പോകുമ്പോൾ സ്ത്രീകൾ അവന്റെ പിന്നാലെ വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു രംഗം വായിക്കുമ്പോൾ അവിടെ കർത്താവ് തിരിഞ്ഞിട്ട് അവരോട് പറയുന്ന വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. അപ്പൊ മക്കൾക്ക് വേണ്ടി കരയുക, ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യമാണ്. അതുപോലെ ആത്മാക്കൾക്ക് വേണ്ടി കരയുക, ദൈവജനത്തിന് വേണ്ടി കരയുക. പ്രാർത്ഥന ഇത് നമ്മുടെ സലസഭകളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് ഏറെ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇതാണ് 2-ാം അധ്യായത്തിലെ വിഷയം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സലസഭകൾക്ക് സംഭവിച്ച 3-ാമത്തെ പരാജയ മേഖല നമ്മൾ ചിന്തിക്കുന്നു. അവിടെ വായിക്കുന്ന 3-ാം അധ്യായം നമുക്കറിയാം, ഇത് ലീഡർഷിപ്പിനോടുള്ള ബന്ധത്തിലാണ്. ഞാൻ എഴുതിയ ഇടയ ശുശ്രൂഷ എന്ന പുസ്തകം പ്രധാനമായും എക്സ്പോസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ എക്സ്പോസിഷൻ എന്ന് പറയുന്ന ഈ 3-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നേതൃത്വത്തിന്റെ പരാജയം, ഫെയിലിയർ ഇൻ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ സഭാ പരിപാലനത്തിലെ പരാജയം. ആർക്കും നേതാവാകാം, ആർക്കും എൽഡർ ആകാം. പ്രായമാണ് അതിന്റെ പരിധി. യോഗ്യത ആവശ്യമില്ല, സമർപ്പണം ആവശ്യമില്ല, ദർശനം ആവശ്യമില്ല, യോഗ്യത ആവശ്യമില്ല. പക്ഷെങ്കിൽ ഇവിടെ പൗലോസ് തിമോഥെയോസിന് പറയുന്നത്, ഇങ്ങനെയുള്ള യോഗ്യതയുള്ള വ്യക്തികളെ എന്ത് ചെയ്യുക? നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക, നീ മൂപ്പന്മാരായി നിയമിക്കുക. പ്രാദേശിക സഭകൾക്ക് സംഭവിച്ച മറ്റൊരു പരാജയം എന്ന് പറയുന്നത് നേതൃത്വത്തിന്റെ പരാജയമാണ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു. ഞാൻ ആ വാക്ക് എൻ്റെ ആ ബുക്കിൽ ഞാൻ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. If the leadership is mission-centered, church will be mission-centered. If the leadership is word-centered, the church will be word-centered. മൂപ്പന്മാർ, നേതാക്കന്മാർ സുവിശേഷ ദൗത്യമുള്ളവരാണ്, സുവിശേഷ കേന്ദ്രീകൃത വ്യക്തികളാണെങ്കിൽ ആ സഭയ്ക്കും ആ ദൗത്യം ഉണ്ടായിരിക്കും.
മൂപ്പന്മാർ, നേതാക്കന്മാർ ദൈവവചനം പഠിപ്പിക്കുന്നവരാണ്, വചനത്തോടെ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്നവരാണെങ്കിൽ ആ സലസഭ വചനത്തിന് വലിയ പ്രാധാന്യം നൽകും. ഒരു ഉദാഹരണം ഞാൻ ഓർപ്പിക്കാം. ഞാൻ ഇവിടെ എറണാകുളം ജില്ലയിൽ നെടുങ്കപ്ര എന്ന സ്ഥലത്താണ് താമസിച്ചത്. ഇതിനടുത്താണ് VP പൗലോസ് സംഘം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ആ അസംബ്ലി ഞാൻ കണ്ണൂരുള്ളപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പലപ്പോഴും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലീഡറാണ്. അതുകൊണ്ട് ആ സ്ഥലസഭ ശരിയായ നിലയിൽ, എൻ്റെ അറിവിൽ ഈ അടുത്ത ദിവസം അവിടെ ബേബിച്ചായന്റെ ഫ്യൂണറലോട് ബന്ധത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. പല ആൾക്കാരും ആ സ്ഥലസഭയിലെ മൂപ്പന്മാർ ചെയ്യുന്ന മാതൃകാപരമായ ശുശ്രൂഷ, ദൈവവചനത്തിന് കൊടുക്കുന്ന ആ ഫോക്കസ്, ഇതെല്ലാം ഞാൻ അന്ന് കേൾക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ കാരണം അവിടെയുള്ള ലീഡേഴ്സ്, ആ സ്ഥലസഭയിലെ വിശ്വാസികൾ ദൈവവചനത്തെ മാനിക്കുന്നു, സുവിശേഷത്തെ കാഴ്ചപ്പാടുള്ളവരാണ്. അതിന്റെ കാരണം ആ സഭയിലെ ലീഡേഴ്സിന് ആ കാഴ്ചപ്പാടുണ്ട്. നേതൃത്വത്തിൽ സംഭവിച്ച പരാജയമാണ് ഇന്ന് ഒട്ടുമിക്ക പ്രാദേശിക സഭകൾക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. ഇത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവ വചനപ്രകാരമുള്ള ഒരു ശരിയായ നേതൃത്വമാണോ നമ്മുടെ സ്ഥലസഭകളിൽ ഉള്ളത് എന്ന് ചിന്തിക്കുക. അത് മാത്രമല്ല, ഒരു ലീഡർ എന്ന നിലയിൽ ദൈവവചനം ആവശ്യപ്പെടുന്ന ആ യോഗ്യതകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് സഭയുടെ ലീഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ പരിശോധിക്കേണ്ട ഒരു വലിയ ആവശ്യവും ഉണ്ട്. ഇതാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്, നേതൃത്വത്തിന്റെ പരാജയം. 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായം 4-ാമത്തെ സഭയ്ക്ക് സംഭവിച്ച 4-ാമത്തെ പരാജയമാണ്. അതിന്റെ 16-ാമത്തെ വാക്യം ഒരു ചെറിയ നോട്ടായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. 16-ാം വാക്യം ശ്രദ്ധിക്കുക. അവിടെ നാം വായിക്കുന്നത്, നിന്നെ തന്നെയും ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇത് 4-ാമത്തെ പരാജയമാണ്. 1 ഉപദേശത്തിലെ പരാജയം, 2 പ്രാർത്ഥനയിലെ പരാജയം, 3 പരിപാലനത്തിലെ പരാജയം. 4-ാമത്തെ പരാജയം, ഇവിടെ 4-ാമത്തെ പരാജയം ജീവിതത്തിലെ പരാജയമാണ്. ഉപദേശം ഉണ്ടായിരിക്കും, പക്ഷെങ്കിൽ ജീവിതം കാണുകയില്ല. യാക്കോബിനോട് പിതാവ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നിന്റെ ശബ്ദം അതുപോലെ നിന്റെ ശരീരം, ഇത് രണ്ടും വ്യത്യസ്തമാണ്. ശബ്ദം, വാക്ക്, അത് യാക്കോബിനെ പോലെയാണ്. പക്ഷെങ്കിൽ നിന്റെ ശരീരം നിന്റെ ജ്യേഷ്ഠനെ പോലെയാണ്. ഉപദേശവും ജീവിതവും തമ്മിൽ ബന്ധമില്ലാത്ത ഒരു ജീവിതം നീ നയിക്കരുത്. ഇതാണ് തിമോഥെയോസിനോട് പൗലോസ് ആവശ്യപ്പെടുന്നത്. ഇന്ന് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കല് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോയപ്പോഴേ അവിടെ ഒരു ബോർഡ്, ഒരു രാത്രിയിൽ ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടു. അവിടുത്തെ വൈകിട്ടത്തെ യോഗത്തിന് വേണ്ടി പോവുകയാണ്. PT ഫിലിപ്പച്ചാന്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പൊ ആ നഗരത്തിൽ ഒരു ബോർഡ് കണ്ടു, സിന്നേഴ്സ് ആർ വെൽക്കം, പാപികൾക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇത് കണ്ടു ഉടനെ ഞാൻ കുഞ്ഞച്ചാന് ചോദിച്ചു, കുഞ്ഞച്ചാ ഇതെന്താ സംഭവം? ഉടനെ പറഞ്ഞു ഏപ്രാമ, ഇത് ഇവിടെയുള്ള ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ ഒരു പരസ്യ ബോർഡാണ്. എന്നിട്ട് അവിടെ ഫോൺ നമ്പറും അവിടെ ഇമെയിൽ ID എല്ലാം വെച്ചിട്ടുണ്ട്, സിന്നേഴ്സ് ആർ വെൽക്കം. അപ്പൊ അതൊരു പരസ്യ പലകയാണ്. അപ്പൊ ഈ പരസ്യത്തിലൂടെ അവർ ആഗ്രഹിക്കുന്നത് പാപികളായ വ്യക്തികൾ അല്ലെങ്കിൽ അക്രൈസ്തരായ ആൾക്കാർ, അവിശ്വാസികളായ ആൾക്കാർ ഞങ്ങളുടെ സഭയിലേക്ക് വരണം. സൈമൺ സാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, കൊണ്ടുപോവാ പാപികളെ കൊണ്ടുപോവാ. അപ്പൊ ഈ പാട്ട് പാടിയാലോ നമ്മുടെ സഭാ ഹാളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചാലോ ഒരിക്കലും ആൾക്കാർ വരികയില്ല. വരണമെങ്കിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തെ നാം സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവ് പറഞ്ഞൊരു വാക്ക്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നില്ല, കർത്താവ് ശിഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞ വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അതുപോലെ 15-ന്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യനാകുവാൻ എങ്ങനെ കഴിയും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ വായിക്കുന്നു. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയും. എന്നാൽ കർത്താവ് പറഞ്ഞൊരു മറ്റു വാക്ക് ആ ബന്ധത്തിൽ പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ലോകം എങ്ങനെ അറിയും. അവിടെ കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 13-ന്റെ 35-ാമത്തെ വാക്യത്തിലാണ്, നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയും. അപ്പൊ നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ കൂട്ടായ്മയാണ്,
നമ്മുടെ ജീവിത ശൈലിയാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകതയാണ് മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഈ നാളുകളിൽ നമ്മുടെ സഭകൾക്ക് ഉണ്ടായ, വ്യക്തികളായി നമുക്കുണ്ടായ, കുടുംബമായി നമുക്കുണ്ടായ ആ പരാജയങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് പരിശോധിക്കാം. ഒരു യഥാസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു മടങ്ങുവരവ് ആവശ്യമാണ്. ഇത് തന്നെയാണ് ഈ സഭയ്ക്ക് കർത്താവ് ലേഖനം എഴുതിയപ്പോൾ, കത്ത് എഴുതിയപ്പോൾ ഒരുപാട് ദിവസം 2-ാം അധ്യായത്തിൽ പറഞ്ഞു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നമ്മുടെ ജീവിതത്തിലും ഒരു മടങ്ങിവരവ് ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമാണ്. ജീവിതപരമായി ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ, ആ പരാജയങ്ങളെ തിരുത്തി കർത്താവിന് പ്രസാദമുള്ള നിലയിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2:09 മണിയല്ലേ ഓക്കെ? ഹലോ, 5-ാമത്തെ പരാജയം ശ്രദ്ധിക്കുക. 5-ാമത്തെ അധ്യായം നോക്കാം. 5-ാമത്തെ അധ്യായം അവിടെ നമ്മൾ വായിക്കുന്നത് ചില വിഭാഗം, ഒരു സ്ഥലസഭയിലുള്ള വ്യത്യസ്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ 1-ാം വാക്യത്തിൽ മൂത്തവൻ, അതേ ഭാഗത്ത് തന്നെ ആ ഭാഗത്ത് വായിക്കുന്നു അപ്പനെ പോലെയും, അതുപോലെ ഇളയവരെ, മൂത്ത സ്ത്രീകളെ, ഇളയ സ്ത്രീകളെ, അതുപോലെ അതിന്റെ 3-ാം വാക്യത്തിൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ. പിന്നീട് നമ്മൾ അതിന്റെ 9-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്ന് 60 വയസ്സിന് താഴെ അല്ലാത്ത വിധവകൾ. അതുപോലെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ. അപ്പൊ ഇവിടെ ഒരു സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ, കഞ്ഞിക്കുഴിയിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സ്ഥലസഭകളോടുള്ള ബന്ധത്തിൽ, ആ സ്ഥലസഭകളിലുള്ള വ്യത്യസ്ത വിഭാഗം ജനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് ഒരു മോനെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്ന ഒരു പാട്ട് അവനെ ഈ ആരാധനയിൽ പാടിക്കൊണ്ട്. അപ്പൊ ഇത് പലപ്പോഴും ഈ മെസ്സേജ് അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവൻ ഒരു പക്ഷെങ്കിൽ അവിടെ ഇരുന്ന് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ഥലസഭകളിൽ മനസ്സിലാക്കേണ്ട വലിയ ഒരു പ്രായോഗിക സത്യമാണ് ഈ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പൊ സ്ഥലസഭകളിൽ വരുന്ന ആൾക്കാർ പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, യുവാക്കന്മാർ, യുവതികളെ, അതുപോലെ സഭയെ പരിപാലിക്കുന്ന ആൾക്കാർ. ഇവരോടൊക്കെ ഉള്ള ബന്ധത്തിലുള്ള ഒരു ശ്രദ്ധ ഒരു സ്ഥലസഭയ്ക്കുണ്ടാകും. ഇത് പലപ്പോഴും ഉണ്ടാകാറില്ല. ഒരു പ്രാദേശിക സഭയിലുള്ള ഓരോ വ്യക്തിയോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഒരു സ്ഥലസഭ നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇവിടെ 5-ാം അധ്യായത്തിലെ പരാജയം ഉത്തരവാദിത്വങ്ങളിലെ, ചുമതലകളിലെ പരാജയമാണ്. ഫെയിലിയർ ഇൻ റെസ്പോൺസിബിലിറ്റീസ്. ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാർ ചേർന്നതാണ്. വിദ്യാഭ്യാസമുള്ളവരുള്ള ഉണ്ടാകും, കുറഞ്ഞവർ കാണാം, പണമുള്ളവർ കാണും, പണമില്ലാത്തവർ കാണും. അപ്പൊ ഒരു പണമുള്ളവരോട് ഒരു മനോഭാവം, പണം ഇല്ലാത്തവരോട് മറ്റൊരു മനോഭാവം. ഇതൊരിക്കലും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. എനിക്ക് പ്രിയ കുഞ്ഞോഞ്ചാനെ അറിയാം. അദ്ദേഹം തന്റെ ശുശ്രൂഷയുടെ ഒരു വിജയം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആൾക്കാരോടും ബന്ധം പുലർത്തുക. ഞാൻ പലപ്പോഴും വലിയ വലിയ ആൾക്കാരുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആളാണ്. വലിയ വലിയ ആൾക്കാരെ ബന്ധപ്പെടാത്ത ആൾക്കാരാണ്. അവരൊക്കെ ശുശ്രൂഷ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ, എനിക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വലിയ ആൾക്കാർ, വലിയ ഉപദേഷ്ടകന്മാർ, വലിയ കൺവെൻഷൻ പ്രസംഗന്മാർ, വലിയ തിയോളജിയന്മാർ. അപ്പൊ ആ തിയോളജിയന്മാരൊക്കെ നമ്മൾ വഴിയാത്രയിലോ വല്ലോ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ അവരെ കാണുകയാണെങ്കിൽ അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. നമ്മൾ ഉയർത്തുന്ന വലിയ വിഗ്രഹങ്ങൾ, പൂജിക്കുന്ന വലിയ വിഗ്രഹങ്ങളുണ്ട്. ഈ വിഗ്രഹങ്ങൾ പലപ്പോഴും താഴെയുള്ള ഈ ദൈവദാസന്മാരോടോ വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരോടോ പണമില്ല അവരോടൊന്നും വലിയ മൈൻഡ് ചെയ്യില്ല. അവരുടെ ആ ശ്രേണിയിൽപ്പെട്ട ആൾക്കാരോട് മാത്രം. ഈ വിഷയത്തിലാണ് ചാൾസ് ട്രൈഗറിയെ കുറിച്ച് ഞാൻ ഒരിക്കലും ഒരു ലേഖനം എഴുതി. അദ്ദേഹത്തെ കാണുവാനുള്ള വലിയ ഭാഗ്യം റോജി വറീസ്, ഡാളസിലെ റോജി വറീസ് എനിക്ക് അനുവദിക്കുണ്ടായി. പക്ഷെ ഞാൻ അദ്ദേഹം മരിച്ചപ്പോൾ എഴുതിയ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ സമുദ്രമായിരുന്നു, വിനയത്തിന്റെ നിറകുടമായിരുന്നു. ആ വലിയ മനുഷ്യന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായ എന്നോട് കാണിച്ച ആ മര്യാദ, ആ ബഹുമാനം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, ക്രിസ്തീയ സമൂഹത്തിലുള്ള വലിയ ഉന്നതന്മാരായ ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
പക്ഷെ ഈ മനോഭാവം സലസഭയിൽ ഉണ്ടാകരുത്. വിദ്യാഭ്യാസം ഇല്ലാത്തവർ കാണാം, പണമില്ലാത്തവർ കാണാം, വലിയ വീടില്ലാത്തവർ കാണാം, വിധവമാർ കാണാം. അവരോടെല്ലാം ഒരേ മനോഭാവം നമ്മുടെ സലസഭയിലുള്ള നേതൃത്വം, സഭാവിശ്വാസികൾ പുലർത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർപ്പിക്കുന്നത്, നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ ചുമതലയിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് 5-ന്റെ 4-ാമത്തെ വാക്യത്തിലും, മറ്റൊന്ന് 5-ന്റെ 17-ാമത്തെ വാക്യത്തിലാണ്. 5-ന്റെ 4-ാം വാക്യം വായിക്കുന്നത്, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഞാൻ 10 കൽപ്പനകളെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ പേര്, അല്ലെങ്കിൽ ആ അധ്യായത്തിന്റെ തലക്കെട്ട് ഡിസ്പോസിബിൾ പേരൻസ് എന്നാണ്. അതിനാധാരമായി 5-ന്റെ 4-ാമത്തെ ഈ വാക്യം. ഇന്ന് മാതാപിതാക്കൾ ഡിസ്പോസിബിൾസ് ആണ്. ഉപയോഗം കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുന്നത് നമ്മുടെ കുമ്പനാടുള്ള മേഴ്സി ഹോമിലാണ് മൃതകാർ ഉപേക്ഷിക്കുന്നത്. ഇനി ബന്ധുക്കൂസുകാർക്ക് വല്ല സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കോട്ടയത്തെ മാങ്ങാനത്തൊരു അഗതി മന്ദിരമുണ്ട്. സമ്പന്നന്മാരായ മക്കളെ ഒക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ എന്ത് ചെയ്യുക, അവർ തള്ളിക്കളിയുക. കഴിഞ്ഞ ദിവസവും വിവാഹിതനായ ഒരു യുവാവ്, എന്റെ പ്രദേശപ്പെട്ടതാണ്, വിവാഹത്തിന് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവന് നൽകിയ സന്ദേശം, അവനൊരു യാക്കോ പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. അവന് നൽകിയ സന്ദേശം ഇതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഒട്ടുമിക്ക ബ്രദറൻ കുടുംബങ്ങളിലും ബന്ധുക്കോസ് കുടുംബങ്ങളിലും ഒക്കെ ഉള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, ആ കുടുംബങ്ങളിലുള്ള അനേക കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾ, വൃദ്ധരായ ആൾക്കാർ വലിയ സംഘർഷങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഇതിനെ വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ തീർച്ചയായും നമ്മുടെ മാതാപിതാക്കളോടുള്ള ആ വലിയൊരു ബന്ധം, കടപ്പാട് നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്വം നാം ശരിയായ നിലയിൽ നിർവഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു നേഴ്സിംഗ് ഹോമിലെ അപ്പനെയും അമ്മയും പ്രായമായപ്പോൾ അവരെ അവിടെ ആക്കിയിട്ട് ഈ മകനും അതുപോലെ മരുമകളും അവിടെ മക്കളുമായി മടങ്ങി വരികയും, അവർ മടങ്ങി വരുമ്പോൾ ഈ അപ്പൻ ശ്രദ്ധിച്ചു, ഇവരുടെ മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കളെ പുറകിലിരുന്നു കൊണ്ട് ഒരു പേപ്പറിൽ എന്തോ കുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഈ അപ്പൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അപ്പേ നമ്മൾ അപ്പച്ചനെ അമ്മച്ചിയെ നേഴ്സിംഗ് ഹോമിൽ ഇടാൻ പോയതല്ലേ, അതുകൊണ്ട് കുറെ വർഷം കഴിയുമ്പോൾ പപ്പയും മമ്മിയും ഒക്കെ അപ്പച്ചനെ പോലെയും അമ്മച്ചിയെ പോലെയാണ്. അതുകൊണ്ട് അപ്പച്ചനെയും അമ്മച്ചിയെയും ഇട്ട ആ നേഴ്സിംഗ് ഹോമിലേക്കുള്ള ആ റൂട്ട് ഞങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക, വരച്ചു വെക്കുകയാണ്. കാരണം നിങ്ങൾ പ്രായമാകുമ്പോൾ അപ്പച്ചനെ പോലെയും അമ്മച്ചിയെ പോലെയും ആകുമ്പോൾ ഇതേ നേഴ്സിംഗ് ഹോമിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളെയും കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. ഗലാത്യലേഖനം 6:14 പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തെ പരിഹസിക്കരുത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇന്ന് നമ്മുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം നാം നിർവഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളും ഭാവിയിൽ ഇതേ നിലയിൽ നമ്മൾ പെരുമാറും എന്നുള്ള സത്യം കൂടെ നാം അറിയേണ്ടത് ആവശ്യമാണ്. മറ്റൊരു ഉത്തരവാദിത്വം കൂടെ ഓർപ്പിക്കുന്നു. 17-ാം വാക്യം ശ്രദ്ധിക്കുക. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. സലസഭകളെ പരിപാലിക്കുന്ന നേതൃത്വത്തോടെ സഭാജനങ്ങൾക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്വമാണ് 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ നയിക്കുന്ന സലസഭയിലുള്ള നേതൃത്വത്തെ ബഹുമാനിപ്പാനും അവരോടെ ഉള്ള നമ്മുടെ കടപ്പാടുകൾ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുവാനും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ബ്രദറൻ സഭാവിശ്വാസികളാണ് ഈ ആരാധന യോഗത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സത്യം ഞാൻ ഓർപ്പിക്കാം. പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ എന്തുമാകട്ടെ, ഉപദേശമായി എനിക്ക് അവരോട് പല കാര്യങ്ങളും വിയോജിപ്പുണ്ട്, എങ്കിൽ പോലും അവരുടെ ആ നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ദൈവദാസന്മാരുടെ, അവരുടെ പാസ്റ്റേഴ്സിനെ ആ വിശ്വാസികൾ ബഹുമാനിക്കും, ആദരിക്കും. ഈ ഒരു ആദരവും ഈ ബഹുമാനവും പലപ്പോഴും ബ്രദറൻ സഭകളിൽ വളരെ വിരളമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. യാക്കോബ സഭകളിൽ എടുക്കുക, അവിടെ അച്ഛന്മാരെ ശ്രദ്ധിക്കുക. അപ്പനും അമ്മയും ആണെങ്കിൽ പോലും അവരുടെ മകൻ അച്ഛനായി കഴിഞ്ഞാൽ, പുരോഹിതനായി കഴിഞ്ഞാൽ സംബോധന ചെയ്യുന്നത് എന്താ? പക്ഷേ നമ്മുടെ സഭകളിലോ, നമ്മുടെ വിശ്വാസികളോ എത്രയോ ദൈവദാസന്മാരെ, സുവിശേഷ വേലക്കാരെ, അതുപോലെ സഭയിലെ പരിപാലകരെ ഒക്കെ ഏത് നിലയിലാണ് അവരോട് പ്രതികരിക്കുന്നത്?
അവരോട് കാണിക്കുന്ന ആ മനോഭാവങ്ങൾ, അവരുടെ ഉള്ള ബന്ധത്തിൽ ചെയ്യേണ്ട വിവിധ ഉത്തരവാദിത്തങ്ങൾ. ഇവിടെ നമ്മൾ വായിക്കും, ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക, മാനിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. ഈ ഒരു ആദരവ്, ഈ ഒരു ഉത്തരവാദിത്വം പലപ്പോഴും നമ്മുടെ സ്ഥലസഭകളിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഒരു സ്ഥലസഭയിലുള്ള വ്യക്തികളോടെ, വിവിധ വ്യക്തികളോടെ, ഒരു സ്ഥലസഭയിലുള്ള അംഗം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ നിർവഹിക്കുന്നതിൽ നമുക്കുണ്ടായ പരാജയം നമുക്ക് പരിശോധിക്കാം. ഒരു ഭാഗം കൂടെ ചിന്തിച്ച് അവസാനിപ്പിക്കുകയാണ്. 6-ാം അധ്യായം ശ്രദ്ധിക്കുക. 6-ാം അധ്യായത്തിൽ മറ്റൊരു പരാജയമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ജാഗ്രതയിലെ പരാജയം. വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ജാഗ്രതയിൽ, അതായത് നാം സൂക്ഷ്മതയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ, ഫെയിലിയർ ഇൻ ഡിലിജൻസ്. നാം വളരെ ശ്രദ്ധിക്കേണ്ട ചില മേഖലയുണ്ട്. ഉപദേശം, അതുപോലെ തന്നെ ജീവിതപരമായ കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൗലോസ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി പറഞ്ഞിട്ടുള്ളത്. ആ കാര്യമാണ്. അത് മാത്രം ഒന്ന് വായിക്കാം. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 8 മുതൽ ഉള്ള വാക്യങ്ങൾ, 9 വരെയുള്ള വാക്യങ്ങൾ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യുന്നു. 10-ാം വാക്യം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ച് വിശ്വാസം വിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. ധാരാളം ജാഗ്രതയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സമ്പത്തിനോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ആ ജാഗ്രതയിൽ സംഭവിച്ചിട്ടുള്ള പരാജയം. ഇന്നത്തെ ആത്മീയ തകർച്ചയുടെ ഉദാഹരണം പറയാം. ഉപദേശത്തിലെ പരാജയത്തിന്റെ ഒരു കാരണം എന്താ? സമ്പത്തിന് നമുക്കുള്ള ജാഗ്രത കുറവ്. പ്രാർത്ഥനയിലുള്ള കുറവ് എന്താ? അല്ലെങ്കിൽ പ്രാർത്ഥനയിലുള്ള പരാജയത്തിന്റെ ഒരു കാരണം എന്താ? സമ്പത്തിനോടുള്ള നമ്മുടെ അമിതമായ ആസക്തി. അതുപോലെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയത്തിന്റെ ഒരു കാരണം എന്താ? അതിലും സമ്പത്തുമായി ബന്ധമുണ്ട്. കാരണം എന്താ? സമ്പത്തുള്ള ആൾക്കാർ അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നു? നേതൃത്വത്തിലേക്ക് വരുന്നു. ജീവിതപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച്, ഉത്തരവാദിത്തങ്ങൾ ശ്രദ്ധിച്ച്, ഇതെല്ലാം സമ്പത്തിനോട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജാഗ്രത കുറവിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. സമ്പത്ത് വർദ്ധിച്ചു. ഇതാണ് ആത്മീയ ജീവിതത്തിലെ ഒട്ടുമിക്ക പരാജയങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം. സമ്പത്തില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ അന്നുണ്ടായിരുന്ന വിശ്വാസം, അന്നുണ്ടായിരുന്ന വചനം പഠിക്കാനുള്ള താല്പര്യം, അന്ന് പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന ആ താല്പര്യം, ഇതെല്ലാം ഇന്ന് അസ്തമിച്ചിരിക്കുക. സമ്പത്തിനോടുള്ള വലിയ ഒരു താല്പര്യം നമ്മുടെ ആത്മീയ ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. അതെല്ലാ സ്ഥലസഭകളിലും എല്ലാ വ്യക്തികളോടുള്ള ബന്ധത്തിലും നമുക്ക് അത് കാണുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ഇതാണ് തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ മനസ്സ്, നമ്മുടെ ശ്രദ്ധ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ മാത്രം ആശ്രയിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പരാജയത്തിനും കാരണമാകുന്നു. ജോബി അച്ഛന്റെ, അദ്ദേഹം വളരെ ലോജിക്കലായിട്ടുള്ള, ഫിലോസഫിക്കലായിട്ടുള്ള ചില ചിന്തകൾ നൽകുന്ന ഒരു വ്യക്തിയാണ്. ഒരു കപ്പുച്ചിൻ ഫാദറാണ് ജോബി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ സഞ്ചാരികളുടെ ദൈവം എന്ന ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. 3 ആപ്പിളിന്റെ ഒരു കഥ ജോബി അച്ഛൻ പറയുന്നു. അച്ഛൻ പറയുന്നത് ഇതാണ്: ഒരു പ്രായമുള്ള പിതാവ് അദ്ദേഹത്തിന്റെ അടുത്തൊരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിക്ക് ഒരു ആപ്പിൾ കൊടുത്തു. ആ കുട്ടി, അവൻ സന്തോഷത്തോടെ ആ കുട്ടി ആപ്പിൾ വാങ്ങിച്ചു പോയി. ഉടനെ ആ പിതാവ് വീണ്ടും അവനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അവന്റെ കയ്യിലേക്ക് മറ്റൊരു ആപ്പിൾ കൊടുത്തു. അവൻ 2 കൈകളിലുള്ള ഈ ആപ്പിളുമായിട്ട് അവൻ സന്തോഷത്തോടെ ഓടുകയാണ്. അപ്പൊ ആ സമയത്ത് 3ാമത് ഈ പിതാവ് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ആപ്പിൾ കൂടെ. പക്ഷെങ്കിൽ ഈ കുഞ്ഞു കയ്യിൽ 2 കൈയിലും ആപ്പിളുണ്ട്. ഇനി 3ാമത്തെ ഈ ആപ്പിൾ എവിടെ വെക്കും? ഉടനെ അവനെ അല്പനേരം ഈ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് 2 കൈകളും അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഈ പിതാവിനോട് പറഞ്ഞു, അപ്പച്ചനോട് പറഞ്ഞു, ഈ ആപ്പിൾ ഇവിടെ ഈ നെഞ്ചിന്റെ, ഈ കൈകളുടെയും നെഞ്ചിന്റെയും ഇടയ്ക്ക് വെച്ചേക്കാൻ പറഞ്ഞു. ആ പിതാവ് ആ 3ാമത്തെ ആപ്പിള് അവൻ കാണിച്ച ആ സ്ഥാനത്ത് വെച്ചു. പിന്നീട് അവന്റെ മുഖം ചിരിച്ചില്ല, അവന്റെ മുഖത്ത് ഭയമായിരുന്നു. പിന്നീട് അവൻ ഓടിയില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ അവസാനം ഏറ്റവും ഒടുവിൽ ഈ 3ാമത്തെ ആപ്പിളിലായി. ഈ 3ാമത്തെ ആപ്പിളിനെയാണ് ദൈവം പറയുന്നത് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ, ദ്രവ്യാഗ്രഹം ഉണ്ടായി കഴിയുമ്പോൾ ശുശ്രൂഷ അവസാനിപ്പിക്കുക.
ഉപദേശത്തിലുള്ള താല്പര്യം കുറയുകയാണ്, പ്രാർത്ഥനയിലുള്ള താല്പര്യം കുറയുക. സമ്പത്ത് വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ദൈവാശ്രയം, സമ്പത്ത് നമുക്ക് ലഭിച്ച ഈ സന്ദർഭത്തിൽ നമുക്കുള്ള വചന പഠനത്തിനുള്ള താല്പര്യം, സമ്പത്ത് വർദ്ധിച്ചപ്പോൾ നമുക്ക് പ്രാർത്ഥിപ്പാനുള്ള ആ താല്പര്യം, ഇത് കുറഞ്ഞിരിക്കുകയാണോ കൂടിയിരിക്കുകയാണ്? ശ്രദ്ധിക്കുക, ഒരു നല്ല ശതമാനം വ്യക്തികളെ സംബന്ധിച്ചും നമുക്ക് മുൻപുണ്ടായിരുന്ന ആ ഭൗതികമായ സാഹചര്യത്തിൽ നിന്നും ഈ വലിയ വ്യത്യാസം ഉണ്ടായപ്പോൾ ഈ ആത്മീയമായ കാര്യങ്ങളെല്ലാം നാം അവഗണിച്ചു. അതുണ്ടായിട്ടുള്ള വലിയൊരു പരാജയമാണിത്. നമ്മുടെ ജീവിതത്തിൽ ജാഗ്രതയിൽ ഉണ്ടായിട്ടുള്ള പരാജയം. വ്യത്യസ്തമായ കാര്യങ്ങൾ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സമയം നമുക്കില്ലല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ 6 അധ്യായങ്ങളിൽ ഒരു കുടുംബത്തിന്, ഒരു വിശ്വാസിക്ക്, ഒരു പ്രാദേശിക സഭയ്ക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള 6 പരാജയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിലേതിലാണ് നാം വീണിരിക്കുന്നത്? ഇതാണല്ലോ കർത്താവ് ആ സഭയോട് പറഞ്ഞത്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു? നിന്റെ പ്രാർത്ഥനയിലാണോ? ഉപദേശത്തിലാണോ? ദൈവം പഠിക്കുന്നില്ലാണോ? നിന്റെ ജീവിതത്തിലാണോ? നേതൃത്വത്തിലാണോ? നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ലാണോ? നിന്റെ ജാഗ്രതയിലാണോ? ഏതിലാണ് പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? ഇത് പരിശോധിച്ച് നമുക്ക് മനസാന്തരപ്പെടാം. ദൈവമായ കർത്താവെ, ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരുമിച്ച് കാണുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തെ ശുശ്രൂഷിപ്പാനൊക്കെ ലഭിച്ച സന്ദർഭത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർത്തും നിങ്ങളെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാണ്. Thank you, PM, for your scholarly and practical message. May God bless you. We will pray for you. We can meet together again. ഇപ്പോൾ എബി പ്രാർത്ഥിക്കുന്നത്. Holy Father, we thank you, dear Lord, once again, Father, for the unparalleled privilege, dear Lord, to gather in your name. Father, this gathering, Father, away from each other, away, Father, from the table that we celebrated, dear Lord, and still desire to celebrate, Father, is the second best. Dear Lord, we would love to gather in the assembly, but presently, because of the pandemic, dear Lord, it has become difficult, Father, for us to gather. Father, we look forward to that time. But Father, we praise you. We give you many thanks, dear Lord, Father, for every remembrance of Jesus Christ, whether it be through exhortation, whether it be through prayer, whether it be through song. Father, we savor every one of them, and we thank you, dear Lord, Father, for enabling and strengthening every brother and sister who's contributed to it, dear Lord. Father, we thank you, dear Lord, Father, for the great message that we heard, a very apt message, dear Lord, a very timely message, dear Lord, of the failures of the assembly. Father, we were reminded, dear Lord, that it is the Lord who builds the assembly, dear Lord, whether it be at an individual level or whether it be a corporate level, dear Lord. It is, we are the Lord's. The Lord has bought us with his blood, dear Lord. We are his and he is ours. And in him we are the Father's. Father, we thank you, dear Lord, Father, for reminding us, dear Lord, the sanctity of the assembly, Father. We so quickly, dear Lord, take for granted what gift we have, dear Lord, Father. But we pray, dear Lord, that we may be diligent, we may be vigilant, dear Lord, we may be sober-minded when thinking about the Lord's bride and our relationship to her. Father, we thank you, dear Lord, Father, for bringing to our memory, bringing to our mind, dear Lord, the failure of doctrine and the misuse of the pulpit. Father, we pray, dear Lord, you may give us grace, dear Lord, that we may hold on to sound doctrine, dear Lord. And Father, we may not let go of it, or maybe not trade it, Father, for the more popular, the more convenient doctrines, dear Lord, as your scripture says about the Son, about God, about sin, about man, and all of those doctrines. Maybe hold on, dearly, Father, the doctrine of the church, the doctrine of the future days. Father, we pray, dear Lord, you may give us grace that we may hold on to the sincere milk of the word. Father, we seek forgiveness also, dear Lord. Seek forgiveness also, Father, in our failure in prayer. Father, may we come to you, Father. In your word, you reminded us that we dear Lord, we do not have because we do not ask, dear Lord. With sincere childlike faith and dependence on God, dear Lord, help us always approach you, dear Lord, not only, Father, for our personal needs, but for our church's needs, dear Lord, for our children, for our families, for our loved ones, for those who we are related to, but who have not come to the saving knowledge of Jesus Christ, our neighbors, our colleagues, dear Lord. Father, we pray for grace, dear Lord, that you may help us, Father, that we may pray more and in faith approach the throne of grace, dear Lord, where we can come all the time, a way that is inaugurated by Lord Jesus Christ. May we make use of that access, Father. Dear Lord, we pray, dear Lord, Father, for dear Lord, that our leadership of our local assemblies may be strong. Dear Lord, they may be godly men, dear Lord, who love the Lord Jesus Christ and serve them, dear Lord, Father, from a sincere heart. With a sincere heart, Father, we pray, dear Lord, Father, for
dear Lord, the failure that most of us feel guilty about, dear Lord, the failure in our lives. Dear Lord, the doctrine and the word, dear Lord, so clearly tells us, dear Lord, the way we ought to live, the way we ought to live. And Father, many a times we find ourselves wanting. Dear Lord, give us grace that we may walk in a way that brings glory, that is becoming of our calling, becoming of our Lord Jesus Christ. Father, we pray, dear Lord, Father, that you may help us uphold the responsibilities that you've given us in the assembly, responsibilities to one another, responsibility, dear Lord, to God, responsibility to even our unbelieving neighbors, dear Lord. Help us, Father, uphold responsibility and our love one for another, dear Lord, may have an evangelical effect, dear Lord, on the people around us who see us, that they may be brought nigh unto Lord Jesus Christ through our lives. Father, we were reminded of the failure in our vigilance, dear Lord. Father, how vigilant we ought to be, dear Lord. Money is the root of the desire of money. The love of money is the root of all evil. We were reminded, but dear Lord, Father, so many things are obstacles to our spiritual life, whether it be social media, whether it be the easy availability of entertainment, dear Lord, Father, the trivial things, dear Lord, that sometimes we find ourselves pursuing. Dear Lord, please give us grace, dear Lord, help us, dear Lord, understand, dear Lord, the things that are draining our energy, draining our time that we ought to be giving our great God. Father, we thank you, dear Lord. We thank you so much, dear Lord, for our dear brother who's come in our midst, dear Lord, and shared these wonderful thoughts. We pray that you may give him much success in the days to come. He's also introduced his writing ministry unto us, Father. We pray that you may give him much skill, much blessing, and unction from above, that he may be able to do great work for the kingdom, dear Lord. Father, we thank you, dear Lord, Father, for every brother, sister who's able to join. And dear Lord, Father, once again, we remember Bibin's children, dear Lord, Father, for giving them another year, dear Lord. It's again a testament to your faithfulness to that family. We pray that you may bless them. Pray, Father, for also Rosalind and Andy's family, dear Lord, who's grieving the loss of their mother. Dear Lord, we pray that you may give them comfort, dear Lord. Father, we praise you and we give you thanks once again, dear Lord, Father, for the opportunity. We also remember Daddy's ministry later today and also the following week. And also we remember our brother, dear Lord, Abraham Brothers, dear Lord, ministry, dear Lord, later today again. Father, we pray that you may prosper both of them. And Father, we look to you. We thank you, Father, for all things that you've given us. In Christ's name we pray. May the grace of our Lord Jesus Christ and the love of the Father and the fellowship of the Holy Spirit be with each one of us. In Christ's name we pray. Amen. എല്ലാവർക്കും, എല്ലാ സുവിശേഷകന്മാർക്കും, അപ്പു ഡേവിഡ്, അതുപോലെ വിജയ് തങ്കച്ചൻ, ജോർജ് മാത്യു, ഇവർക്കെല്ലാം കർത്താവിന്റെ നാമത്തിൽ നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ചയിൽ കൂടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.